നമുക്ക് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് പഴയ നിയമത്തിൽ സങ്കീർത്തനം എടുക്കാം. 28-ാമത്തെ സങ്കീർത്തനം എടുക്കാം. 28-ാമത്തെ സങ്കീർത്തനം, കർത്താവെ സഹായിക്കണമേ. ദാവീദിൻ്റെ സുന്ദരമായൊരു സങ്കീർത്തനമാണ്. മുഴുവൻ നമ്മൾ വായിക്കുന്നില്ല. എൻ്റെ അവസാനത്തെ 1-2 വാക്യങ്ങൾ നല്ലൊരു പ്രാർത്ഥനയും വിശ്വാസ പ്രഖ്യാപനമാണ്. സങ്കീർത്തനം 28 അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. 7, 8, 9 വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചേ. കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്, കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്, തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ്. അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ, അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ. ചേർന്ന് പറയാം ഹല്ലേലൂയ. ബൈബിള് എൻ്റെ കൂടെ ഒരുമിച്ച് വായിക്കണം കേട്ടോ. നോക്കിയിരുന്നേക്കല്ല്, പതുക്കെയും വായിക്കില്ല, നല്ല ഉറക്കെ വായിച്ചോണം. ആ വചനത്തിൻ്റെ 1-2 കാര്യങ്ങൾ മാത്രം നമ്മൾ ധ്യാനിച്ച് മുമ്പോട്ട് പോവാണ്. 7-ാം വാക്യം, കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്. നേരിട്ട് പറഞ്ഞേ, കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്. ഈശോയെക്കുറിച്ച് പറയാം. നമുക്കൊരു ബോധ്യം കിട്ടണം നമ്മുടെ ഉള്ളിൽ. എനിക്ക് എൻ്റെ ശക്തി ചോർന്നു പോകുമ്പോൾ, ഞാൻ മടുക്കുമ്പോൾ, എനിക്ക് ക്ഷീണം തോന്നുമ്പോൾ, ശരീരത്തിൻ്റെ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സ് ചിലപ്പോൾ ക്ഷീണിച്ച് പോകുന്ന സമയങ്ങളുണ്ടാവും. ഇല്ലേ? നല്ല ചൂടല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ? ഇവിടെ ഭയങ്കര തണുപ്പാണ്, 3-4 ഫാൻ വെച്ചിട്ടുള്ളതുകൊണ്ട്. നമ്മുടെ ശരീരം ക്ഷീണിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ മനസ്സ് മടുത്തു പോകുന്ന സമയങ്ങൾ വരും. ഒത്തിരി സഹനങ്ങൾ വരുമ്പോൾ, ഇല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സഹനങ്ങളായാലും മതി, നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകും. അവിടെ നമുക്കൊരു ശക്തി വേണം. ആരാണ് നമ്മുടെ ശക്തി? കർത്താവാണ്. കാരണം മനുഷ്യർ ചിലപ്പോൾ അത്ര ശക്തിയായിട്ട് കൂടെ നിൽക്കുമോ? ഇല്ല. ചിലപ്പോൾ മനുഷ്യർ കാരണം നമ്മുടെ ശക്തിയൊക്കെ ചിലപ്പോൾ ക്ഷയിച്ചു പോകും, ശോഷിച്ചു പോകും. വചനം പറയാണ്, കർത്താവാണ് എൻ്റെ ശക്തി. തൊട്ടടുത്ത വാക്യം ശ്രദ്ധിച്ചേ, ആ വാക്ക് ശ്രദ്ധിച്ചേ, കർത്താവാണ് എൻ്റെ പരിച. പരിച എന്ന് വെച്ചാൽ എന്താ? വീട്ടിൽ മറ്റേ ഇഡലി പാത്രം ചിത്രകഥയിലൊക്കെ വായിച്ചിട്ടില്ല നമ്മുടെ പരിച. പരിചയുടെ ഉപയോഗം എന്താണ്? വെട്ട് തടുക്കുക. നിങ്ങൾ ഹൈ തിയോളജി ഒന്നും ചിന്തിക്കണ്ട കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. നിങ്ങൾ വളരെ നോർമലായിട്ട് ചിന്തിച്ചാൽ മതി. പരിചയുടെ ഉദ്ദേശം എന്താണ്? വെട്ട് തടുക്കുക. എന്താ വെച്ചാൽ എനിക്കെതിരെ വരുന്ന എന്ത് ആക്രമങ്ങളെയും തടയാൻ വേണ്ടിയിട്ട് എൻ്റെ മുമ്പിൽ ഒരു പരിചയമായിട്ട് ആര് നിൽക്കുന്നു? കർത്താവ് നിൽക്കുന്നു. കർത്താവ് എൻ്റെ ശക്തിയും എൻ്റെ പരിചയമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്ക് ഓരോരുത്തർക്കും പ്രഖ്യാപിക്കാനുള്ള വിശ്വാസമാണ്. ഈശോ എന്നെ ശക്തിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ, ഈശോ എനിക്ക് പരിചയം നിന്നില്ലായിരുന്നെങ്കിൽ, പണ്ടേ ചിലപ്പോൾ പൊടിയിലേക്ക് മടങ്ങിയനെ. അത്രയധികം വേദനകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, അത്രയധികം സഹനങ്ങളോട് നമ്മൾ കടന്നു പോയിട്ടുണ്ട്, അത്രയധികം നമുക്ക് സംരക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്, വലിയ യുദ്ധത്തിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്ന് പോകേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഒരു ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ചിലപ്പോൾ വീട്ടിൽ, ചിലപ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നിടത്ത്, ഹോസ്റ്റലിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, ഇടവകയിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാകും. നമ്മളിങ്ങനെ തിരിച്ച് ചിന്തിക്കുമ്പോൾ ഓർക്കും, കർത്താവെ എങ്ങനെ പിടിച്ചു നിന്നു, എങ്ങനെ അതിജീവിച്ചു? ഒറ്റ ഉത്തരവേ ഉള്ളൂ, കർത്താവ് എൻ്റെ ശക്തിയായി, എൻ്റെ പരിചയമായി നിന്നു. ആളുകൾ കളിയാക്കിയപ്പോൾ, ആളുകൾ തെറ്റിദ്ധരിച്ചപ്പോൾ, ആളുകൾ കുറ്റാരോപണം നടത്തിയപ്പോൾ, നിങ്ങളെ തെറ്റിദ്ധരിച്ച് മാറ്റി നിർത്തിയപ്പോൾ, കർത്താവെ തീപ്പൊള്ളുന്ന 100 കണക്കിന് അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെ പിടിച്ചു നിന്നു? ദൈവജനത്തിന്, ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പറയാൻ ഒറ്റ വിശ്വാസ പ്രഖ്യാപനമേ ഉള്ളൂ, എൻ്റെ ഈശോ എൻ്റെ ശക്തിയും എൻ്റെ പരിചയമായി നിന്നു. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. തൊട്ടടുത്ത വചനം ഒന്ന് ഉറക്കെ വായിച്ചേ. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ശക്തിയുണ്ട്. കാരണം എന്താണ്? ഞാൻ ആരിലാ ശരണം വെച്ചേക്കുന്നത്? ഏത് കർത്താവിൽ? ഏത് കർത്താവിലാ? എൻ്റെ ശക്തിയും എൻ്റെ പരിചയമായ കർത്താവിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു, എൻ്റെ ഹൃദയം ആനന്ദിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ, അപ്പം അച്ഛൻ പറഞ്ഞിരുന്ന ഈ വചനത്തെ നിങ്ങൾ അനുഭവങ്ങളോട് ചേർത്തൊന്ന് ചിന്തിച്ചേ. ഈശോയെ എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ വേദനയുടെ സമയങ്ങളിലും ഞാൻ അങ്ങയിൽ ശരണം വെച്ച സമയത്തെല്ലാം എനിക്ക് ശക്തി ലഭിച്ചു. ഇത് ശരിയാണോ? അല്ലേ? ഇത് ഒരു സംഭവം ഒന്നും എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്കുണ്ടായ ജീവിതത്തിലെ അനുഭവങ്ങളെ ഓർത്താൽ മതി. ഞാൻ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, 2025 എൻ്റെ ഓർമ്മ, തിരുവനന്തപുരം സൈഡിൽ എവിടെയോ ഒരു കൺവെൻഷൻ നടത്തുന്ന സമയത്ത് അവിടുത്തെ പിതാവ് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഈ ധ്യാനത്തിൽ കേൾക്കാൻ പോകുന്നത് വചനവ്യാഖ്യാനമല്ല, പകരം വചനം നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വചനവ്യാഖ്യാനമല്ല നമ്മൾ കേൾക്കുന്നത്, പകരം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കണം. അതൊന്ന് ഈ പിതാവ് പറഞ്ഞ ആ കാര്യം ഇതിനോടൊന്ന് ചേർത്ത് ചിന്തിച്ച്, നമ്മളിപ്പോൾ ഈ കേട്ട വചനം, ഈശോ എൻ്റെ ശക്തിയാണ്, എൻ്റെ പരിചയമാണ്, എൻ്റെ ഹൃദയം ഈശോയിൽ ഞാൻ ശരണം വെച്ചിരിക്കുകയാണ്. ഓരോ തവണ ഈശോയിൽ ശരണം വെച്ചപ്പോഴും
എനിക്കത് ശക്തിയായി മാറി, എനിക്കത് പരിചയമായി മാറി. എൻ്റെ ഹൃദയത്തിൽ ശക്തി ലഭിച്ചു, എൻ്റെ ഹൃദയത്തിൽ ആനന്ദം നിറഞ്ഞു. ഓരോ അനുഭവങ്ങൾ ഈ വചനത്തോട് ചേർത്ത് ചിന്തിക്കണം. എപ്പോഴൊക്കെ രോഗത്തിൽ പിടിപെട്ടു പോയോ, എപ്പോഴൊക്കെ പരാജയപ്പെട്ടു പോയോ, എപ്പോഴൊക്കെ തെറ്റിദ്ധരിച്ചോ, എപ്പോഴൊക്കെ നിങ്ങൾ ഈശോയിൽ ശരണം വെച്ചോ, ആ രോഗത്തിൽ, വേദനയിൽ, പരാജയങ്ങളിൽ, സങ്കടങ്ങളിൽ നിങ്ങൾ ഈശോയിൽ ശരണം വെച്ചപ്പോഴെല്ലാം നിങ്ങളുടെ ഹൃദയം ആനന്ദിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പകരം നിങ്ങൾ വേറെ ഒരാളിലാ ശരണം വെച്ചതെന്ന് ഓർത്തേക്കേ. ചിലപ്പോൾ ജീവിത പങ്കാളിയിലായിരിക്കാം, മക്കളിലായിരിക്കാം, പ്രിയപ്പെട്ടവരിലായിരിക്കാം, ഒരു ഗുരുനാഥനിലായിരിക്കാം. അവർ സഹായിക്കാതെ വരുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലുള്ള ആനന്ദം മുഴുവൻ പോവും, നമ്മുടെ സ്വസ്ഥത മുഴുവൻ പോവും, നമ്മുടെ ശക്തി മുഴുവൻ ക്ഷയിക്കും. നമ്മൾ വിചാരിച്ചു ഇവർ സഹായിക്കുമെന്ന്, ഇവർ കൂടെ നിൽക്കുമെന്ന്. പക്ഷെ അവരിൽ ശരണം വെച്ചാൽ നമ്മുടെ ഹൃദയം വീണ്ടും ഹൃദയമിടിപ്പ് കൂടത്തേ ഉള്ളൂ. ഈശോയിൽ ശരണം വെച്ചാൽ നമുക്കൊരു പരിചയമായി, ശക്തിയായി കർത്താവ് കൂടെ നിൽക്കും. പലതരത്തിൽ പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടോ? ആൾക്കാരിൽ ശരണം വെച്ച് ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ചിലർക്കൊക്കെ അത്ര സ്നേഹമുള്ള ആളുകളൊക്കെ കൂടെ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ഭയങ്കര തണുക്കുമ്പോൾ പുതപ്പായിട്ടും വേർക്കുമ്പം ഒരു തുവാലയായിട്ടും ഒക്കെ നിൽക്കാൻ ഒത്തിരി ആൾക്കാർ നമുക്കുണ്ടാവും. അത് വലിയ അനുഗ്രഹം തന്നെയാണ്. പക്ഷെ അങ്ങനെ കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. കിട്ടുന്നവർക്കും കിട്ടാത്തവർക്കും ഏറ്റവും വലിയ ആശ്രയമാണ് ആര്? ഈശോ. അതുകൊണ്ട് ഈശോയിൽ ശരണം വെക്കുക, നിനക്ക് ശക്തി ലഭിക്കും. ചേർന്ന് പറയാം ഹല്ലേലൂയ. അടുത്ത വചനം ഒന്ന് വായിച്ചേ. ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തേക്ക് നന്ദി പറയുന്നു. എന്ന് വെച്ചാൽ ഇതുവരെ സഹായിച്ചതിന്, ശക്തിപ്പെടുത്തിയതിന്, ഒരു പരിചയമായി നിന്നതിനെല്ലാം നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയുന്നു. വചനം 8-ാമത്തെ വാക്യം, കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്, തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ്. അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഈശോ എനിക്ക് ശക്തി നൽകും, അവിടുത്തെ അഭിഷിക്തനെ അവിടുന്ന് സംരക്ഷിക്കും. അഭിഷിക്തൻ എന്ന് വെച്ചാൽ പള്ളിയിൽ അച്ഛനായിട്ട് ചിന്തിക്കല്ലേ. ഈശോയുടെ അഭിഷേകം കിട്ടിയവരാണ് നിങ്ങളെല്ലാവരും. ആണോ? എപ്പോഴാണ് കിട്ടിയത്? മാമോദീസായിൽ. ഈ അഭിഷേക തൈലത്താൽ ആണല്ലോ നിങ്ങൾ മുദ്ര ചെയ്യപ്പെട്ടെ. അപ്പോൾ അഭിഷിക്തനാണ്. ഈ അഭിഷിക്തനെ ആര് സംരക്ഷിക്കും? കർത്താവ് സംരക്ഷിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവസാനത്തെ വചനം ഒരു പ്രാർത്ഥനയാണ്. 9-ാമത്തെ വചനം, അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ. അവർക്ക് പ്രാർത്ഥിച്ചത് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും അതിനകത്ത് ഉൾപ്പെടുത്തണം. അവിടുത്തെ ജനത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ. ഇപ്പം മകന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക, അല്ലെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം, അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ. അടുത്ത വചനം വായിച്ചേ. പ്രാർത്ഥന, അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ. എന്ന് വെച്ചാൽ ഈശോയെ നീ എന്നെ നയിക്കണം, എൻ്റെ പ്രിയപ്പെട്ടവരെ നയിക്കണം, ഇടയനായിരിക്കണം, ഒപ്പം തന്നെ ഞങ്ങളെ സംവഹിക്കണം. സംവഹിക്കണം എന്ന് വെച്ചാൽ എന്താ? എടുത്തോണ്ട് നടക്കണം. കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ 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 നിന്നില്ലേ? എന്തിനാ? നടക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടൊന്നല്ല, ഒരു സുഖമാണ്. ആരെങ്കിലും എടുത്തുകൊണ്ട് നടക്കും. ഇവിടെ ഞങ്ങളുടെ ജോണിച്ചേട്ടൻ്റെ കൊച്ചുമോനുണ്ട്. ജോണിച്ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്ന ചേട്ടനാണ്. ജോണിച്ചേട്ടൻ്റെ കൊച്ചുമോനെ എല്ലാ ദിവസവും ഞങ്ങൾ, അവനെ ഞാൻ എന്നും വഴക്ക് പറയും. ഇതിലെ കൂടെ കാണുന്ന സമയത്തെല്ലാം വഴക്ക് പറയും. അവൻ നല്ല ഉരുളക്കുട്ടനാണ്. അവൻ നടക്കത്തില്ല. അവൻ അമ്മയെ കൊണ്ട്, അമ്മ എടുത്തുകൊണ്ട് നടക്കണം. ഇവിടെ നീ കയറ്റം മുഴുവൻ കയറ്റി ആ ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് ബസ്സെ കയറ്റി വിടണം. ആ ചേച്ചിയാണെങ്കിൽ, ആ ചേച്ചി എന്ന് വെച്ചാൽ എന്നെക്കാട്ട് ഇളയതാണ്, അതിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്, മോഹൻലാലിയെ പോലെ. ഇവനെ എടുത്തെടുത്ത് ഞാൻ അപ്പം കാണുമ്പോൾ അവനെ വഴക്കുറ ഇറങ്ങി നടക്കണമെന്ന് പറയും. അവൻ എന്നെ എന്തോ ഒരു കൊഞ്ഞനം കുത്തി കാണിക്കുന്നുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല, കുഞ്ഞനം കുത്തലായതുകൊണ്ട്. പക്ഷെ അതെന്താണെന്നറിയോ? അമ്മ എടുത്തുകൊണ്ട് നടക്കുന്നത് വല്ലാത്തൊരു സന്തോഷമാണ്. ആണോ? നടക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ആരെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ശൂന്യാകാശം വരെ എങ്കിലും എത്തും. ചേർന്ന് തന്നെ ഹല്ലേലൂയ. അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിൽ ഇങ്ങനെ നടക്കാൻ അറിയാമായിരുന്നപ്പോഴും എന്നെ എടുക്കോ. ഇപ്പോഴും കുറേ കുഞ്ഞുമാവകൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നും. ഒരെണ്ണം മൈക്കിൻ്റെ മുമ്പിലും ബാക്കിയെല്ലാം മൈക്കിൻ്റെ പുറകിലും. അല്ലേ? ഈശോ എടുത്തോണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കുറേ മനുഷ്യർ. നല്ലതാണ് അങ്ങനെ ആരിലൊക്കെ എടുക്കാനുണ്ടെങ്കിൽ. ആരും ചിലപ്പോൾ കാണത്തില്ല, കൈ നീട്ടി പിടിച്ചേക്കുക. ആരിലേക്ക്? നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ പരിചയമായ ഈശോയിലേക്ക്. വേറെ ആരിലേക്കൊക്കെ കൈ നീട്ടി പിടിച്ചാൽ ചിലപ്പോൾ നല്ല തൊഴിയും ചവിട്ടും തിരസ്കാരങ്ങളും തിക്താനുഭവങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഈശോയെ കയ്യിൽ ഇങ്ങനെ നീട്ടി പിടിച്ചോ, ഈശോയുടെ കൈ ഫ്രീ ആണ്, നമ്മളെ പൊക്കിയെടുക്കും. രണ്ട് കാര്യങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. കടം വന്നാൽ ആരിലേക്ക് കൈ നീട്ടണം? ഈശോയിലേക്ക്. തായോ എന്നല്ല, പിടിച്ചോ എന്ന്. കിട്ടുന്നുണ്ടോ? ആ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കുക. തായോ എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റി അല്ല, പിടിച്ചോ എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റി. ഈശോ എല്ലാം ഇങ്ങനെ കൈ നീട്ടിയാൽ ചിലപ്പോൾ എല്ലാം ഒന്നും തരണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ടോ? ചോദിക്കുന്നതെല്ലാം കിട്ടുന്നുണ്ടോ? വടി, ഇടി, തൊഴി ഒക്കെ കിട്ടുന്നുണ്ട്. എല്ലാം ഒന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒന്നും തന്നില്ലേലും ഒന്നും കിട്ടിയില്ലേലും, നമ്മൾ ചോദിച്ചതൊന്നും അല്ല നമുക്ക് കിട്ടിയതെങ്കിലും
കൈനീട്ടി പിടിച്ചാൽ നമ്മളെ പൊക്കിയെടുത്ത് സംവഹിച്ച് കൊണ്ട് നടക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ പൊക്കി നടക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, പലപ്പോഴും നമ്മളിങ്ങനെ ഈശോയിലുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞു പോകുന്ന സമയങ്ങളുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത സമയങ്ങൾ, ചില സമയത്ത് ഒത്തിരി നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, ഒരുപാട് സാക്രിഫൈസുകൾ എടുത്ത് പ്രാർത്ഥിച്ചു, കുറേ അങ്ങ് വില കൊടുത്ത് പ്രാർത്ഥിച്ചു, എന്നിട്ടും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്നിട്ടും ചിലപ്പോൾ ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ ചോദിക്കും, ഈശോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ കരുതുന്നുണ്ടോ, നീ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ചോദിച്ചത് കിട്ടിയില്ലെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈശോ എടുത്തുകൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. കടം മാറിയിട്ടില്ല, രോഗം മാറിയിട്ടില്ല, വീട്ടിലെ പ്രശ്നത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല, എന്നിട്ടും ഇന്നൊരു ദിവസം മുമ്പോട്ട് പോകാൻ പറ്റിയെങ്കിൽ ഇത് ഉറപ്പിച്ചോ, ആരോ ഒരാൾ കൊണ്ട് നടക്കുന്നുണ്ട്. ആരാണ്? ഈശോ, എൻ്റെ ശക്തിയും എൻ്റെ പരിചയമായ ഈശോ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ സഹനങ്ങളൊക്കെ വരുമ്പോൾ, നമ്മുടെ വേദനകളൊക്കെ വരുമ്പോൾ മനസ്സിടിഞ്ഞു പോകാതെ നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹ പറഞ്ഞ പോലെ പറയണം, എനിക്ക് ശക്തിയില്ല, പക്ഷേ ശക്തി ആർക്കുണ്ട്? ഈശോയ്ക്കുണ്ട്. പൗലോസ്ലീഹ പറയുന്നത് കേട്ടില്ലേ, 2 കൊരിന്തോസ് 4-ാമത്തെ അധ്യായത്തിൽ, ഞാനൊരു മൺകുടമൊക്കെ പോലെയാണ്, അങ്ങോട്ട് തട്ടിയാൽ ഇങ്ങോട്ട് തട്ടിയാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും, പക്ഷേ ശക്തി ആർക്കുണ്ട്? ഈശോയ്ക്കുണ്ട്. വചനം ഒന്ന് എടുക്കാവോ? 2 കൊരിന്തോസ് 4 അതിൻ്റെ 7-ാമത്തെ വാക്യം. പൗലോസ്ലീഹയുടെ സുന്ദരമായ എഴുത്തുകളിലൊന്നാണത്. 2 കൊരിന്തോസ് 4:7. എല്ലാവരും ചേർന്ന് വായിച്ചേ. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. മൺപാത്രം ഏതാണ്? നമ്മുടെ ജീവിതമാണ്. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ വീക്കായ, ചിലപ്പോൾ ഒരു കുഞ്ഞ് സഹനം വന്നാൽ തളർന്നു പോകാവുന്ന ജീവിതങ്ങളാണ് നമ്മുടേത്. വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു സങ്കടം വരുമ്പോഴത്തേനും പൊട്ടിപ്പോകാവുന്ന ജീവിതമാണ്. പക്ഷേ ശക്തി ആർക്കാ ഉള്ളത്? ഈശോയ്ക്കാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ സ്ഥലവും സാഹചര്യവും ഒന്നും പറയുന്നില്ല. ഒരു നാട്ടിൽ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു നാടും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയൊക്കെയാണ്. അവരുടെ വീട്ടിലൊരു വലിയ സങ്കടം സംഭവിച്ചു. എന്നുവെച്ചാൽ ഒരു ചേച്ചി, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയാണ്. അല്പം പ്രൈവസി ഉള്ളതുകൊണ്ടാണ് സ്ഥലമോ സാഹചര്യങ്ങളോ ഒന്നും പറയാതെ. ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് വിശ്വാസമുള്ള ഒരാളാണ്. പക്ഷേ വീട്ടിലൊരു വലിയ സങ്കടം വന്നു. ചേട്ടായിക്ക്, അതായത് ഹസ്ബൻഡിന് ക്യാൻസർ പിടിപെട്ടു. അപ്പോൾ ചികിത്സകളൊക്കെ നടക്കുന്നു, റേഡിയേഷൻ ഒക്കെ ചെയ്തു, സൗഖ്യപ്പെടും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ സിറ്റുവേഷൻ ഇച്ചിരി വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി എന്ത് ചെയ്തു, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വലിയ പിന്നെ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ, ഒത്തിരി അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. ഇപ്പം നമുക്ക് ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ അത്ഭുതം നടക്കുന്ന ഇടങ്ങളിലൊക്കെ പോയി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഈ ചേച്ചി പോയി പ്രാർത്ഥിച്ചു, ഹസ്ബൻഡിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ നടക്കുമോ? നടക്കുമോ? നടക്കും. ഇഷ്ടം പോലെ അനുഭവങ്ങൾ നമുക്കില്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ട്, പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചേച്ചി എന്നാ ചെയ്തു, പോയി പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഉണ്ടായൊരു ചെക്കപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് സൗഖ്യപ്പെട്ടതായിട്ട് റിപ്പോർട്ട് വന്നു. പൂർണ്ണ സൗഖ്യം, പൂർണ്ണമായ സൗഖ്യം. ചേട്ടായുടെ മുടിയൊക്കെ പോയി, റേഡിയേഷനൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രോഗാണുക്കളൊന്നുമില്ല, പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചു. ചേച്ചി എന്ത് ചെയ്തു? ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിൽ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ വന്നാണ് പ്രാർത്ഥിച്ചതെന്ന് വിചാരിക്കുക. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ജീവിത പങ്കാളിയുടെ ക്യാൻസർ പോയി എന്ന് സൗഖ്യപ്പെട്ടു എന്നൊരു സാക്ഷ്യം വരുന്നു. ചേച്ചി എന്ത് ചെയ്യുന്നു? ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പുസ്തകങ്ങളും, അതായത് ഇവിടുത്തെ ഗുഡ് ന്യൂസ് ഗാനമാലിക, മാതാവിൻ്റെ ഫോട്ടോ, മാതാവിൻ്റെ കുഞ്ഞു രൂപങ്ങൾ, ഇവിടെയുള്ളതെല്ലാം മേടിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് വെച്ചു. ഉദാഹരണം പറഞ്ഞാണ്. എല്ലാം വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ മുറിയിൽ ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചു. മാതാവിൻ്റെ പടം, ഈശോയുടെ പടം, അങ്ങനെ. ഇപ്പോൾ ഇവിടുത്തെ ഈ ധ്യാനകേന്ദ്രത്തിലാണെങ്കിൽ ഗുഡ് ന്യൂസ് അമ്മയുടെ പടം എല്ലാം കൊണ്ട് മുറിയിൽ ഒട്ടിച്ച് വെച്ചു, സ്റ്റാച്യു കൊണ്ട് വെച്ചു, ആ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാം കൊണ്ട് വെച്ചു. ബട്ട് ഇതിൻ്റെ ക്ലൈമാക്സിൽ സംഭവിച്ച വേറൊരു കാര്യമാണ്. സൗഖ്യപ്പെട്ടു എന്നുള്ളൊരു റിയാലിറ്റി ആണെങ്കിലും 1.5 മാസം 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഈ ചേട്ടായി മരിച്ചു. ഈ ക്യാൻസർ കാരണമല്ല, നോർമൽ ഡെത്ത്, മരിച്ചു. നമുക്ക് തടയാൻ പറ്റുന്നൊരു കാര്യമല്ല. വലിയൊരു സൗഖ്യം സംഭവിച്ചു, അതൊരു റിയാലിറ്റി ആയിരുന്നു. ക്യാൻസർ സൗഖ്യപ്പെട്ടു. പക്ഷേ 1.5-2 മാസം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു. ഇത് വിശ്വാസം പോകുമോ ഇങ്ങനത്തെ സാഹചര്യത്തിൽ? ആ ചേച്ചീനെ കുറ്റപ്പെടുത്തണ്ട, ഇങ്ങനത്തെ നമ്മളെന്തോരം ഉടായ്പകൾ നമ്മൾ കാണിച്ചിരിക്കുന്നു. ആ ചേച്ചി നല്ലൊരു പണി ഒപ്പിച്ചു. എന്തായാലും ചേച്ചി മുറിയിലുണ്ടായിരുന്ന ആ പടം മുഴുവനും കൂടെ വലിച്ചു കീറി സ്റ്റാച്യു ഒക്കെ എടുത്ത്, പിന്നെ ആ ധ്യാനേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ സാധനം എല്ലാം കൂടെ മുറ്റത്ത് ആൾക്കാർ കാണാവുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കൂട്ടിയിട്ട് കത്തിച്ചു. നിങ്ങൾ പറ, ആദ്യം പോയി പ്രാർത്ഥിച്ചതൊരു വിശ്വാസമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. വിശ്വാസം എപ്പോഴാണ് തെളിയുന്നത്?
അവിടെ അവർ പോയി പ്രാർത്ഥിച്ചു, അവിടെ അത്ഭുതം നടന്നു, ഞാനും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടും. ഇതല്ല വിശ്വാസം. തായോ എന്ന് ചോദിക്കുന്നതല്ല വിശ്വാസം. ഇതേ എൻ്റെ ജീവിത പങ്കാളി സൗഖ്യപ്പെട്ടില്ലെങ്കിലും ഇനി സൗഖ്യപ്പെട്ട് കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ മരണം മൂലം വാങ്ങിപ്പോയാലും എൻ്റെ കർത്താവിൽ ഞാൻ കൈനീട്ടിപ്പിടിക്കും. ഞാൻ ഒറ്റയ്ക്കായി പോയാലും എന്നെ വഹിക്കാൻ എൻ്റെ കർത്താവുണ്ടെന്ന് ഒരാൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസമായിട്ട് മാറുന്നത്. കിട്ടുന്നുണ്ടോ? ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടുമ്പോൾ ഉള്ള വിശ്വാസമല്ല, ചോദിക്കുന്നത് കിട്ടാത്തപ്പോൾ പോകുന്ന വിശ്വാസമല്ല. ഇവിടെ എന്ത് സംഭവിച്ചാലും എൻ്റെ പരിചയം, എൻ്റെ ശക്തിയുമായ എൻ്റെ അപ്പനിലേക്ക് ഞാൻ കൈനീട്ടിപ്പിടിക്കും. കൈനീട്ടിപ്പിടിച്ച എന്നെ എടുത്ത് നടന്നോളുമെന്ന് ഉറപ്പുള്ള ഒരു ബോധ്യത്തെയാണ് നമ്മൾ പറയുക വിശ്വാസം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം ഇതാണ്. നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടിയാൽ വിശ്വാസം കൂടും, കിട്ടിയില്ലെങ്കിൽ വിശ്വാസം തള്ളിപ്പറയും. നമുക്ക് വേണ്ടത് അതല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്തു തന്നെ സംഭവിച്ചാലും, ഞാനൊരു മൺകുടം പോലെ ഉടഞ്ഞു പോകുന്ന ഒരു ജീവിതമാണെങ്കിലും എനിക്ക് കൈനീട്ടിപ്പിടിക്കാൻ ശക്തിയുള്ള, എന്നെ എടുത്തുകൊണ്ട് നടക്കാൻ ചുമലുകൾക്ക് ബലമുള്ള ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ തോറ്റുപോകത്തില്ലെന്ന് പറയുന്നിടത്താണ് നിങ്ങളൊരു നല്ല വിശ്വാസിയായി മാറുന്നത്. 2 കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ കാറ്റഗറിയിലുള്ള വിശ്വാസികളൊന്ന് കൈ ഉയർത്താമോ? ഇങ്ങനെ പിടിക്കുന്നവരല്ല, ഇങ്ങനെ പിടിക്കുന്നവർ. നിങ്ങൾ ഇങ്ങനെ കൈ പിടിക്കുന്നവരാണ്. കൈ പിടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കൈ പിടിക്കുന്നവരല്ല, ഇങ്ങനെ, അതായത് കർത്താവിൻ്റെ പിടിച്ചോളൂ എന്ന് ബോധമുള്ളവർ മാത്രം കൈ ഉയർത്തിക്കും. കുറേ പേർക്കൊക്കെ ബോധമുണ്ട്, വരും, ബോധം കിട്ടുന്ന ഒരവസരങ്ങളൊക്കെ വരും. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ പൗലോസ്ലീഹ പറയാണ്, എന്ത് സഹനം വരട്ടെ, ഒരു മൺകുടം പോലെ ഞാൻ ഉടഞ്ഞു പോട്ടെ, അപ്പോഴും എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. തുടർന്നുള്ള വചനം ഒന്ന് വായിച്ചേ. പൗലോസ്ലീഹ ഇങ്ങനെ പറയാണ്, എനിക്ക് എന്നാ സംഭവിച്ചാലും ഞാൻ തോറ്റു കൊടുക്കത്തില്ല, കർത്താവ് എനിക്ക് ശക്തിയായിട്ടുള്ളത് കൊണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല. നിങ്ങൾക്കുണ്ടോ ഞെരുക്കങ്ങൾ? വേർപ്പ് കാരണം ഇങ്ങനെ ഞെരുക്കുന്ന അതല്ല. ബസ്സിൽ 3 പേര് ഇരിക്കേണ്ടടുത്ത് 6 പേര് ഇരുന്ന ഞെരുക്കമല്ല. നമ്മുടെ സഹനങ്ങൾ നമ്മളെ ഞെരുക്കാം, നമ്മുടെ മനസ്സ് നമ്മളെ ഞെരുക്കാം, ജീവിത സാഹചര്യങ്ങൾ നമ്മളെ ഞെരുക്കാം. പൗലോസ്ലീഹ പറയാണ്, ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല. പൗലോസ്ലീഹയുടെ സുന്ദരമായൊരു വിപ്ലവാത്മകമായ എഴുത്തുകളൊന്നാണ്. അങ്ങനെയൊന്നും തകർക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ലെന്ന്. കാരണം ആരാണ് ശക്തിയായിട്ട് നിൽക്കുന്നത്? ഈശോയാണ്. അടുത്ത വചനം വായിച്ചേ. എങ്കിലും വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല. ഒത്തിരി വിഷമങ്ങളുണ്ട്, ഒത്തിരി സങ്കടങ്ങളുണ്ട്, എന്നാലും നിരാശപ്പെടുന്നില്ല. അടുത്ത വചനം 9-ാം വാക്യം. പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. പൗലോസ്ലീഹയുടെ ബോധ്യം. കാരണം എന്താണ്? ആരിലാണ് ആശ്രയം വെച്ചിരിക്കണേ? എൻ്റെ ശക്തിയും എൻ്റെ പരിചയമായ എൻ്റെ കർത്താവിൽ. ഞാനൊരു മൺകുടമാണ്, പക്ഷേ ശക്തി ആർക്കുണ്ട്? ഈശോയ്ക്കുണ്ട്. പലരും പിടിച്ചു നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒത്തിരി നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ചില സമയത്ത് ഒരു ഉത്തരം കിട്ടാത്ത മനുഷ്യർ എന്നാലും പിടിച്ചു നിൽക്കുന്ന കണ്ടിട്ടില്ലേ? നിങ്ങളുണ്ടോ അങ്ങനെ? ഉണ്ടോ അല്ലേ? ചില സമയത്ത് നമ്മൾ ചോദിച്ചിട്ട്, ചേച്ചി അല്ലേ എത്രയാണ് ലാലൂട്ട അല്ലേ, നമ്മൾ ഉദ്ദേശിച്ച ഉത്തരവൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടണേ. എന്നാലും നമ്മൾ ഇട്ടേച്ച് പോകില്ല. ഗോഡ്സൺ ശരിയല്ലേ? നമ്മൾ ഇട്ടേച്ച് പോകത്തില്ല. നമുക്ക് ഒരു ഉറപ്പാണ്, ഈ മൺകുടത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും അടികിട്ടിയവരാണ്, നിരാശയുടെ വഴികളിലേക്ക് എത്തിപ്പോയവരാണ്, പീഡിപ്പിക്കപ്പെട്ടവരാണ്, ഞെരുക്കപ്പെട്ടവരാണ്, എങ്കിലും തോറ്റു കൊടുക്കാത്തവരാണ്. കാരണം എന്താണ്? നമ്മുടെ ശക്തിയല്ല. ആരുടെ ശക്തി? പരമമായ ശക്തി കർത്താവിൻ്റെതാണ്. 2 കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലീഹ ഈ സഹനത്തൊക്കെ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമുക്ക് അങ്ങനെയൊക്കെ സാധിച്ചാൽ നല്ലതായിരിക്കും, എളുപ്പമൊന്നുമല്ല. പൗലോസ്ലീഹ പറയാണ്, ഈ സഹനമൊക്കെ, ഈ അടിയും തൊഴിയും തെറ്റിദ്ധാരണയൊക്കെ വന്നോട്ടെ, ഈ കാരാഗ്രഹമൊക്കെ വന്നോട്ടെ, ഞാനിതിപ്പോൾ ആരുടെ കൂടെയാണ് സഹിക്കുന്നത്? ഈശോയുടെ കൂടെയാണ്. ഇപ്പം ഈശോയുടെ കൂടെ ഞാൻ ക്രൂശിക്കപ്പെടുകയാണ്. ഈശോയുടെ കൂടെ ഈ വേദനയിൽ ഞാൻ ക്രൂശിക്കപ്പെട്ടാൽ ഈശോ ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഉയർത്തെഴുന്നേൽക്കും, എന്നെയും കർത്താവ് ഉയർത്തും. ഈ ബോധ്യത്തിലാണ് പൗലോസ്ലീഹ അടിയൊക്കെ കൊണ്ടത്. ഈ ബോധ്യത്തിലാണ് തെറ്റിദ്ധാരണയുടെ മുമ്പിലും തോറ്റു കൊടുക്കാതിരുന്നത്. ഈ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ചങ്ങലകൾ വരട്ടെ, കാരാഗ്രഹം വരട്ടെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഒന്നിനും പറ്റത്തില്ലെന്ന് പൗലോസ്ലീഹ പറഞ്ഞു. കാരണം ഉറപ്പായിരുന്നു, ഈ ചങ്ങല മാറുമെന്നല്ല, ഈ കാരാഗ്രഹം പൊട്ടിത്തകരുമെന്നല്ല, ഈ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നല്ല, എന്നെ ശക്തിപ്പെടുത്തും. ഈ ചങ്ങലകളാൽ ഞാൻ ബന്ധിക്കപ്പെടുമ്പോഴും എന്നെ ശക്തിപ്പെടുത്തും. ഈ കാരാഗ്രഹം എൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തുമ്പോഴും എന്നെ കർത്താവ് ശക്തിപ്പെടുത്തും. ഈ ബോധ്യമായിരുന്നു പൗലോസ്ലീഹയ്ക്ക് ഉറപ്പുണ്ടായിരുന്നത്. അതുകൊണ്ട് പറഞ്ഞേ, എന്നെ സംഭവിച്ചാലും, നഗ്നതയോ വാളോ പട്ടിണിയോ എന്തു വരട്ടെ, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഞാൻ ആരുടെ കൂടെ ക്രൂശിതനായിരിക്കുന്നു? ഈ കടത്തിലും ഈ രോഗത്തിലും ഈ വേദനയിലും ഒക്കെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആരുടെ കൂടെയാണ്?
ഈശോയുടെ കൂടെയാണെന്നൊരു ബോധം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കുരിശുകൾ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. ഈ കുരിശുകൾ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന സമയം മുതൽ ഈ കല്ലറയുടെ വാതിൽ തുറന്നും കിടക്കും. ആ കുരിശയിൽ അവസാനിക്കില്ല എന്നും ഉദ്ധാനത്തിൻ്റെ ഒരു പുലരി ഉണ്ടാകുമെന്നും ഈശോ ഉയർത്തെഴുന്നേറ്റതുപോലെ അവൻ നിങ്ങളെയും ഉയർപ്പിക്കുമെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഈ മൺപാത്രത്തിന് ശക്തിയോടെ മുന്നോട്ട് നീങ്ങാൻ പറ്റും. ചേർന്ന് പറയാം ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ആ മൺപാത്രത്തിൽ ഒരു നിധിയും നിറയുന്നുണ്ടാവില്ല. ആ മൺപാത്രം അവിടെ ഇവിടേക്ക് ഇടിച്ച് തകരുന്ന അവസ്ഥകളൊക്കെ വന്നേക്കാം. പക്ഷേ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടി ആ വചനം നിങ്ങൾ ഏറ്റു പറയണം. പരമമായ ശക്തി ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ആ ദൈവം എനിക്ക് ശക്തിയും പരിചയമാണ്. ആ ദൈവത്തിൽ ഞാൻ ശരണം വയ്ക്കുന്നതുകൊണ്ട് എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. എൻ്റെ നാവിൽ ഒരു നവ്യഗാനം വരുന്നു. കർത്താവ് എന്നെ സംരക്ഷിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന മൺകുടത്തെ ഒന്ന് തട്ടിക്കേ. അങ്ങനെയൊന്നും പൊട്ടുകാലാത്ത മൺകുടമാണത്. അവരോട് പറ, ശക്തി കർത്താവിൻ്റെതാണ്. പറഞ്ഞോ. അയ്യോ, നല്ല ഉറക്കെ പറ. ശക്തി ആരുടേതാണ്? കർത്താവിൻ്റെതാണ് അല്ലേ? നിങ്ങൾ പൊട്ടുവോ? പൊട്ടൂല അല്ലേ? പൊട്ടുകയിലായിരിക്കും. ശക്തി ആരുടേതാണ്? കർത്താവിൻ്റെതാണ്. എല്ലാ സഹനങ്ങളിലും നമുക്ക് നോക്കാൻ പറ്റണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിലേക്ക് പൗലോസിലെ അതാ കാണിച്ചു തന്നത്. ഇനി ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ഒന്നുമില്ല. കാരണം ഞാൻ ആർക്കുള്ളതാണ്? ഈശോയ്ക്കുള്ളതാണ്. എങ്ങനെയെങ്കിൽ എൻ്റെ പീഡകളൊക്കെ ആരുടെ കൂടെയാണ് ഞാൻ എടുക്കുന്നത്? ഈശോയുടെ കൂടെയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14 എടുക്കാമോ? റോമൻസ് ചാപ്റ്റർ 14. പൗലോസ് ശ്ലീഹായുടെ മറ്റൊരു സുന്ദരമായ വചനാണത്. റോമ 14 അതിൻ്റെ 7, 8 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. റോമ 14, 7, 8 വായിച്ചേ. നമ്മിൽ ആരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. അടയാളപ്പെടുത്തി കേട്ടോ. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. ജീവിച്ചാലും മരിച്ചാലും ആർക്കുള്ളതാണ്? കർത്താവിനുള്ളതാണ്. ചില സമയത്തൊക്കെ ഇങ്ങനെ നിരാശ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാമല്ലേ, എന്തിനീ ജന്മം അല്ലേ? എന്തിനാണ് ജനിച്ച്? പണ്ടും കണ്ടോ ഒരു എവിടെയോ വായിച്ചതാ കേട്ടാണോ അറിയത്തില്ല, ജനിച്ചു പോയില്ലേ ജീവിച്ചല്ലേ പറ്റുമെന്ന്. ജനിച്ചു പോയില്ലേ ജീവിച്ചല്ലേ പറ്റുള്ളൂ. പക്ഷേ അത് നിരാശയുടെ വാക്കാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ജനിച്ചാലും ജീവിച്ചാലും മരിച്ചാലും ആർക്കുള്ളതാണ്? ഈശോയ്ക്കുള്ളതാണ്. ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരു അർത്ഥശൂന്യത തോന്നും. എന്തിനാ ഈ ലൈഫ് ഇങ്ങനെ പോകുന്നത്? എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ഒരു കൺഫ്യൂഷൻ ഒക്കെ വന്ന് നിൽക്കും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, വിവാഹം നടക്കുന്നില്ല, പ്രതീക്ഷിച്ച ഉത്തരങ്ങളൊന്നും ജീവിതത്തിൽ ലഭിക്കുന്നില്ല, ആഗ്രഹിച്ച ഉയർച്ചകളിലേക്ക് എത്തുന്നില്ല. ഇതെന്തിനാണ് ഇങ്ങനത്തെ ഒരു ജീവിതം? ഒറ്റ കാര്യമുള്ളൂ ജീവിതത്തിനൊരർത്ഥം കിട്ടാൻ. ആ അർത്ഥത്തിൻ്റെ പേര് ഈശോ എന്നാണ്. പൗലോസ്ലീഹ പറയാണ്, ഞാൻ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ള. പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഇതങ്ങ് നിറഞ്ഞിട്ടില്ല എന്നുള്ള പ്രശ്നം. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മാത്രമേ അത് അനുഗ്രഹം ആവുള്ളൂ, നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ നടന്നാലേ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ആവുള്ളൂ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് നമുക്ക്. അങ്ങനെയല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്കൊരു ഈ ഒരു കുഞ്ഞു ബോധ്യം കിട്ടിയാൽ മതി. ഞാൻ ജീവിച്ചാലും മരിച്ചാലും അത് ഈശോയ്ക്കുള്ളൊരു ജീവിതമാണെന്ന് തീരുമാനിച്ചാൽ വണ്ടർഫുൾ ലൈഫാവും. ഇല്ലേ നിരാശപ്പെടാൻ 153 കാരണങ്ങൾ നമുക്കുണ്ട്. മീനല്ല, 153 കാരണങ്ങൾ നമുക്കുണ്ട്. ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊരു മിനിമം 10 കാരണങ്ങളൊക്കെ ഇല്ലേ സങ്കടപ്പെടാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ 11 കൂടിയാണ്. ഈ ടോക്ക് എപ്പോൾ തീരുമോ കർത്താവേ? ഇഷ്ടം പോലെ കാരണങ്ങളാണ്. പക്ഷെ പിടിച്ചു നിൽക്കാൻ, മുന്നോട്ട് പോകാൻ ശക്തിയും പരിചയമായി ആരുണ്ട്? കർത്താവുണ്ട്. അതാണ് നമ്മളെ നയിക്കേണ്ടത്. ഇത് ഈശോയുടെ ആ കാരുണ്യം, ഈശോയുടെ ആ സ്നേഹം നമ്മളിലേക്ക് നിറഞ്ഞാൽ മതി. ഈ നമ്മുടെ ഫൗസ്റ്റീനാമ്മയൊക്കെ പറയുന്നൊരു കാര്യമില്ലേ, എൻ്റെ ഹൃദയം ഏറ്റവും വേദനയിൽ നിൽക്കുന്ന സമയത്തും ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഈശോയുടെ പ്രകാശം എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. വചനത്തെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവരിനി ഇരുട്ടത്ത് അന്ധകാരത്തിൽ നടക്കില്ല. നമുക്ക് നമ്മുടെ ചുറ്റും ഇങ്ങനെ അന്ധകാരം നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് പ്രതീക്ഷകളില്ല. ചിലപ്പോൾ പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അടുത്ത തീരുമാനം എന്ത്, അടുത്തത് എന്ത്? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, എന്നാ ചെയ്യണം? ഒരു പ്രതീക്ഷയില്ലാത്ത സമയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. ഈശോയെ നോക്കിക്കോളുക. പൗലോസ്ലീഹ അതാ പറഞ്ഞത്, ഈ മൺകുടത്തിലേക്ക് നോക്കരുത്. ആരിലേക്ക് നോക്കണം? ഈശോയിലേക്ക് നോക്കണം. ഫൗസ്റ്റീനാമ്മ പറയാണ്, ഈ ഇരുട്ടിലേക്ക് നോക്കരുത്, ഈ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഈശോയിലേക്ക് നോക്കുക. നമ്മൾ കരുണയുടെ ദിവസമൊക്കെ, കരുണയുടെ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഫൗസ്റ്റീനാമ്മയ്ക്ക് എത്രയോ അധികം തവണയാണ് ആ ദർശനം കിട്ടിയത്. ആ ഡയറിയിൽ തന്നെ എത്രയോ തവണയാണ് ഫൗസ്റ്റീനാമ്മ പറഞ്ഞത്, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് എന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന ആ 2 പ്രകാശരശ്മികൾ ഞാൻ കണ്ടു. ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ ഫൗസ്റ്റീനാമ്മ പറയുന്നുണ്ട്, ഞാനൊരു വലിയ പ്രഭ കണ്ടു, വലിയൊരു പ്രകാശം കണ്ടു. ആ പ്രകാശത്തിൽ ഈശോ നിൽക്കുന്നത് കണ്ടു. ആ പ്രകാശത്തിൽ നിന്ന്, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് 2 വെളിച്ചം, 2 പ്രകാശരശ്മികൾ എന്നിലേക്ക് ഒഴുകുന്നു. എൻ്റെ അന്ധകാരത്തിൽ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ ആ പ്രകാശം മാത്രം മതി.
ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഇരുട്ടിൽ നമ്മൾ വീണ് പോയേക്കാം. ഒന്നിനെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ സങ്കടങ്ങളെ മാത്രം ഒന്ന് ഓർത്താൽ മതി. നമുക്ക് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങൾ വരാം. ഒന്നിന് പുറകെ ഒന്നായിട്ട് രോഗങ്ങളും ദുരിതങ്ങളും വന്നേക്കാം. എങ്ങനെ സഹിക്കും? എങ്ങനെ സഹിക്കും? ഞാൻ പലപ്പോഴും നിങ്ങളിവിടെ വൺ ഡേക്ക് സ്ഥിരമായിട്ടൊക്കെ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അധികം വലിയ അനുഭവങ്ങളോ വലിയ സംഭവങ്ങളോ ഒന്നും ഞാൻ പറയാറില്ല. കൂടുതലും വചനത്തെ അങ്ങ് വ്യാഖ്യാനിക്കാറേ ഉള്ളൂ. ഞാനത് പറയാത്തത് സംഭവങ്ങൾ അറിയാഞ്ഞിട്ടല്ല. ഞാൻ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, ഈ അൾത്താരയിൽ നിന്ന് ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. ആ സഹനത്തിൽ അവർ പിടിച്ചു നിന്നു, ഈ സഹനത്തിൽ ഇവർ പിടിച്ചു നിന്നു. ഓരോ സംഭവങ്ങളും എടുത്ത് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് എളുപ്പമാണ്. പക്ഷേ എൻ്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. കാരണം എനിക്കറിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. എനിക്കറിയില്ല. ഒരു 2000 രൂപ കടം ആർക്കെങ്കിലും കൊടുക്കാനുള്ളത് ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മുമ്പിൽ 10 ലക്ഷം രൂപയുടെ കടം കൊണ്ട് വരുന്ന ഒരാളോട് സാരമില്ലെന്ന് ഞാൻ പറയാറില്ല. എളുപ്പമല്ലൊന്നും. ഇവിടെ നിന്ന് പല സംഭവങ്ങളും പറയാത്തതിൻ്റെ പിന്നിലുള്ളൊരു കാരണം അതാണ്. എളുപ്പമല്ല. എൻ്റെയും മനസ്സിടിഞ്ഞു പോകാറുണ്ട്. എൻ്റെയും മനസ്സ് ഇടിഞ്ഞു പോകുന്ന സമയങ്ങളിലാണ് ഈ വചനം ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് പറഞ്ഞു തരിക. മൺപാത്രമാണ്, കുഞ്ഞു മൺപാത്രമാണ്. ഒരു കടമോ രോഗമോ വേദനയോ ഒരു തെറ്റിദ്ധാരണയോ വന്നാൽ പൊട്ടിപ്പോകാൻ പറ്റുന്നൊരു കുഞ്ഞു മൺപാത്രം. പക്ഷെ നമ്മൾ പിടിച്ചു നിന്നത് ഒറ്റ കാര്യത്തിലാണ്, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്ത, വെട്ടം കിട്ടാത്ത ഇരുട്ടിൽ നമ്മൾ തപ്പിത്തടയുമ്പോൾ എവിടെ നിന്നോ ഈശോയുടെ കരുണയുടെ ഒരു രശ്മി നമ്മിലേക്ക് വരികയാണ്. ഒരു കാലെടുത്ത് വെക്കാനുള്ള ഒരു വെട്ടം ഈശോ തരികയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ? സകല പ്രതീക്ഷ അസ്തമിച്ച സമയത്ത്, നിങ്ങളുടെ വീട്ടിലൊരു മരണം നടന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, ദിസ് ഈസ് എ എൻഡ്, തീർന്നു, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നിയിട്ടില്ലേ? നിങ്ങൾ എന്നിട്ടും അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചില്ലേ? പരാജയപ്പെട്ടപ്പോൾ, പരീക്ഷ തോറ്റുപോയപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ ദിസ് ഈസ് എൻഡ്? നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് കിട്ടാതിരുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചില്ലേ ഇനി പറ്റത്തില്ല, ഇനി മുൻപോട്ട് പോകാൻ പറ്റില്ലെന്ന്? കടം തീർക്കാൻ വേണ്ടി നിങ്ങൾ കൈ നീട്ടിയപ്പോൾ, കൈ തട്ടി മനുഷ്യർ മാറി നിന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ ഇത് തീർന്നെന്ന്? എന്നിട്ടും പിടിച്ചു നിന്നു. ഒറ്റ കാരണം, ഒരു കാലെടുത്ത് വെക്കാനുള്ള വെട്ടം ഈശോ തന്നു. ചെറുപ്പത്തിലെ ഒറ്റയ്ക്കായി പോയ ആളുകളില്ലേ? അനാഥത്വത്തിൻ്റെ തീപ്പൊള്ളൽ അനുഭവിച്ച മനുഷ്യരില്ലേ? ചേർത്ത് പിടിക്കാൻ ഒരാളില്ലാതെ സങ്കടപ്പെട്ട മനുഷ്യരില്ലേ? ഒരു തണലിലൊരു കാക്കച്ചിറകിൻ്റെ തണൽ പോലും കിട്ടാതെ സങ്കടപ്പെട്ട് നിന്ന മനുഷ്യരില്ലേ? പിടിച്ചു നിന്ന ഒറ്റ കാര്യത്തിലാണ്, പരമമായ ശക്തി കർത്താവിൻ്റെതായിരുന്നത് കൊണ്ട് മാത്രം ഈ മൺകുടം പൊട്ടിപ്പോവാതെ മുന്നോട്ട് നീങ്ങി. ചേർന്ന് പറയാം ഹല്ലേലൂയ.